എറണാകുളത്ത് പനങ്ങാട് ഇന്നലെ ഉണ്ടായ അപകടത്തിന്റെ വാർത്തയാണ്. ബസ് അപകടത്തിന് കാരണം ഡ്രൈവർ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടിയതാണെന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ റിപ്പോർട്ട്. ബസ്സിൽ നിയമലംഘനങ്ങൾ കണ്ടെത്തിയിട്ടില്ല. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നത് അശ്വിൻ പാലാഴയാണ്. അശ്വിൻ, വെരി ഗുഡ് മോർണിംഗ്. ഈ കൊച്ചിയിലെ വെള്ളക്കെട്ട് പരിഹരിക്കപ്പെടേണ്ടതാണ്. അത് പല കോണുകളിൽ നിന്നും ആവശ്യം ഉന്നയിച്ചിരുന്നു. ഹൈക്കോടതിയും ഈ വിഷയം പരിഗണിക്കുകയാണല്ലോ. വിവരങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് ക്രിസ്ത്യൻ ആൻഡ് പ്രവിത. ഇന്നലെ രാവിലെ 10:30 മാടവനയിൽ ഈ ബസ് അപകടം ഉണ്ടാകുന്നത്. അത് ഏറ്റവും പ്രധാനമായി ഈ സമയത്ത് വലിയ മഴ ഉണ്ടാകുമ്പോഴാണ്, മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അപകടം ഉണ്ടാകുന്നത്. അപകടം ഉണ്ടായ സമയത്ത് ശക്തമായ മഴയും അതിനൊപ്പം ഈ ബസ് അമിത വേഗതയിലായിരുന്നു എന്നടക്കമുള്ള ആരോപണങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ അമിത വേഗത ഇന്നലെ എം വി ഡി നടത്തിയ പരിശോധനയിൽ അമിത വേഗത ഉണ്ടായിരുന്നു എന്നുള്ളൊരു കണ്ടെത്തലില്ല. ബസ് വേഗതയിലായിരുന്നു. പക്ഷേ ആ മേഖലയിൽ അനുവദനീയമായ വേഗതയിൽ തന്നെയാണ് ബസ് പോയത് എന്നുള്ളതാണ് കണ്ടെത്തൽ. ഈ അപകടത്തിന്റെ മറ്റു കാരണങ്ങളിലേക്ക് വന്നാൽ MVD ആധികാരികമായി പറയുന്നത് ഇന്നലെ ഉണ്ടായ മഴ ഈ അപകടത്തിന് വലിയൊരു കാരണമായി. പെട്ടെന്ന് സിഗ്നൽ കാണാത്തത്, റെഡ് സിഗ്നൽ വീണത് ഡ്രൈവർക്ക് കാണാനായില്ല. അത് അപകടത്തിന്റെ പെട്ടെന്ന് ഈ ബസ് ബ്രേക്കിട്ട് മറിയാൻ കാരണമായി എന്ന് പറയുന്നുണ്ട്. ഒപ്പം ഡ്രൈവർ ക്ഷീണിതനായിരുന്നു. കാരണം ഇന്നലെ ബാംഗ്ലൂരിൽ നിന്ന് വർക്കലയിലേക്ക് പോയ വാഹനമാണ്. അത് തമിഴ്നാട്ടിൽ നിന്നും വാഹനം കടത്തിവിടാനുള്ള പ്രശ്നങ്ങൾ കാരണം മൈസൂർ വഴിയാണ് ആ വാഹനം കേരളത്തിലേക്ക് കടന്നത്. അതുകൊണ്ട് 8 മണിക്ക് കൊല്ലത്തെത്തേണ്ട വാഹനം 10 മണിയായപ്പോൾ എറണാകുളത്ത് മാത്രമാണ് എത്തിയിരുന്നത്. അതുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ സമയത്തെത്തിക്കുക എന്നുള്ള പ്രശ്നങ്ങളെല്ലാം ഈ വാഹനത്തിലുണ്ടായിരുന്നു. അങ്ങനെ ഡ്രൈവർ ക്ഷീണിതനായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഒപ്പം വാഹനത്തിന്റെ പിൻവശത്തെ ടയർ അത് ഓടാൻ പരുവത്തിലായിരുന്നില്ല. അത് തേയ്മാനമുണ്ടായ ടയറാണെന്ന് പറയുന്നുണ്ട്. ഇത് മാത്രമാണ് അപകടത്തിന് കാരണമായത്. മറ്റ് നിയമലംഘനങ്ങളൊന്നും ബസ്സിൽ നിന്ന് കണ്ടെത്തിയിട്ടില്ല. 8 പേർക്കാണ് ഇന്നലെ പരിക്കേറ്റത്. അതിൽ ഒരാൾ മരണപ്പെടുകയും ചെയ്തു. ബാക്കിയുള്ള 4 പേർ ആശുപത്രിയിൽ ചികിത്സ തേടി വീടുകളിലേക്ക് മടങ്ങിയിട്ടുണ്ട്. ബാക്കി 4 പേർ സാരമായ പരിക്കുണ്ട്. അവർ ഇന്ന് ചികിത്സ കഴിഞ്ഞ് ഇന്നത്തേക്ക് മടങ്ങാനാകും എന്നുള്ളതാണ് പ്രതീക്ഷ. എന്തായാലും ഇന്നലെ അപ്രതീക്ഷിതമായ ഒരു അപകടമാണ് മാടവനയിൽ ഉണ്ടായത്. പ്രവിത, ക്രിസ്റ്റീന. ശരി അശ്വിൻ, എന്തായാലും മാടവനയിലുണ്ടായത് ദൗർഭാഗ്യകരമായ സംഭവമാണ്. ഒരു ബൈക്ക് യാത്രികൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ഉണ്ടായൊരു അപകടമാണ്. കാരണം അയാൾ ഇപ്പുറത്തെ ലൈനിലായിരുന്നു. ഈ ബസ് തെന്നി മറിഞ്ഞു വീഴുകയായിരുന്നു. അപ്പോൾ റോഡ് തെന്നിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ്. ഇന്നലെയും പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഡ്രൈവിങ്ങിൽ ശ്രദ്ധ പുലർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അശ്വിൻ പാലാഴയാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.